ഒടിക്കുമ്പോൾ പാലുള്ള കള്ളിമുൾച്ചെടി പോലെയൊക്കെയുള്ള എല്ലാ ചെടികളിലും ഈ ഒരു ഫോർബോൾ എസ്റ്ററുകൾ എന്നറിയുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാലൊക്കെ അടങ്ങിയിരിക്കുന്ന ചില ചെടികൾ നിങ്ങൾ വീടുകളിൽ വളർത്താതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ കൈകളിലൊക്കെ മുറിവുണ്ടെങ്കിൽ ആ ഒരു കൈ വെച്ചിട്ട് ഈ ഒരു ചെടി സ്പർശിക്കാതിരിക്കുക. ആ മുറിവ് ഉള്ളിൽ കൂടെ ആ ഒരു ചെന അകത്ത് ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു ചെടിയാണ് ഈ കാണുന്നത്. CC പ്ലാന്റ് ആണിത്. ഇത് മിക്കവരുടെയൊക്കെ ഓഫീസുകളിലും അതുപോലെ നമ്മൾ വീടുകളുടെ സിറ്റ് ഔട്ടുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നട്ട് വളർത്തുന്ന നല്ല ഭംഗിയുള്ള ഇലയോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിനധികം നമുക്ക് വളർത്താനൊക്കെ ആയിട്ട് അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നല്ല ഭംഗി തന്നെ ഇതിങ്ങനെ ചട്ടിയിൽ നല്ല ഭംഗിയായിട്ടുള്ള ലീഫ്, നല്ല തിളക്കമുള്ള ലീഫൊക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് ഒക്കെ അറിയാതെ തന്നെ അത് മുറിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടിലെ ലീഫിലൊക്കെയും കാൽസ്യം ഓക്സലേറ്റ് എന്നറിയപ്പെടുന്ന ഒരു പോയിസൺ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതായിട്ട് ഇടപഴകുന്നുണ്ടെങ്കിൽ വായിലിട്ട് കഴിക്കുകയോ അതുപോലെ കുട്ടികൾ ഇതിൻ്റെ ഇല പറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മമാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം.